ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ മോണോലിത്ത് ഹിൽ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇടിഞ്ഞ് പൊട്ടിപ്പോയി പൊളിഞ്ഞു കിടക്കുന്ന ഒരു പാലമാണ് ഇത് ഇവിടെ കാണുന്നത്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഒന്ന് സവനദുർഗ ഹില്ലോട്ട് പോകുന്ന വഴിയുടെ നടുക്കായിട്ട് എനിക്കൊരു പാറക്കെട്ട് കണ്ടു. അതായത് ഈ ക്വാറീസാന്ന് തോന്നുന്നു. മൊത്തം എന്താ പറയുക, പാറ പൊട്ടിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെ ആയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് താളങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ളത് അങ്ങ് ദൂരെ കാണുന്ന മലയില്ലേ, അതാണ് സവനദുർഗ ഹില്ല്. അപ്പം ഞാൻ ഈ കാണുന്ന വഴിക്കരയാണ് വണ്ടി കയറ്റി വന്നത്. ഒരുപാട് ഇടവഴികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയോ കയറ്റി വന്നു. ഇനി തിരിച്ചു പോകാനുള്ള വഴി കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങ് കാണുന്ന റിസർവെയർ ഇല്ലേ, ആ കാണുന്ന റിസർവെയർ തിപ്പകൊപ്പനഹള്ളി റിസർവെയർ എന്നാണ് ആ ഒരു പേര്. എൻ്റെ ഈ പുറകെ കാണുന്ന ഒരു ക്വാറിയാണ്. അപ്പോൾ ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കൂട്ട് നല്ല രസമുണ്ട്, കുളിക്കാനൊക്കെ അടിപൊളി. ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ പോലെ എനിക്ക് ഫീലായി. സംഭവം കൊള്ളാം. നമുക്ക് അങ്ങ് ദൂരെ ഈ കാളയും കൊണ്ട് നമുക്ക് അവിടെ നിലം പൂട്ടുന്ന കാണാം. മണ്ണ് ഇളക്കിടുക. ഇപ്പം എല്ലാവരും കൂടുതൽ ട്രാക്ടറും കാര്യങ്ങളാണല്ലോ. ഞാനിപ്പോൾ തിപ്പനഗൊണ്ടനഹള്ളി എന്ന് പറഞ്ഞിട്ടുള്ള റിസർവെയറിൽ നമ്മൾ ആ മുകളിൽ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ആ ഒരു സവനദുർഗ മല കാണാം അങ്ങ് ദൂരെ. അപ്പോൾ ഇവിടെ ആയിട്ടാണ് അവിടെ ഡാം ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങോട്ടൊക്കെ ഈ ഭാഗം നമുക്ക് നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഉള്ളിലോട്ട് ഇത് ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ്. വെള്ളത്തിന് ഇപ്പോൾ വെള്ളം ഇറങ്ങി പോയിട്ടേ ഉള്ളൂ. മഴക്കാലമാകുമ്പോൾ ഇതൊക്കെ നിറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങ് ദൂരെ ഡാം കാണാം. അപ്പോൾ ഇവിടെ ആ ഒരു മലനിരകൾ കാണാം. ഇവിടെ നിന്നും ഏകദേശം ഒരു 22 കിലോമീറ്ററോളം ഉണ്ട്. അതായത് ആ ഒരു സവനദുർഗ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹില്ലോട്ട്. സവനദുർഗ ഹില്ലിൻ്റെ മറ്റൊരു അടുത്തിൽ നിന്നൊരു വ്യൂ ആണ്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലാക്ക് ഹില്ല് വൈറ്റ് ഹില്ല് എന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് ബ്ലാക്ക് ഹില്ല്, ഇത് വൈറ്റ് ഹില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ മോണോലിത്ത് ഹിൽ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏറ്റവും വേഗതയിൽ നല്ല മുകളിൽ കയറി എത്തിയ ഒരാൾക്ക് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു മലയുടെ ആ ഒരു അറ്റഭാഗം എന്ന് പറയുമ്പോൾ 1226 മീറ്റർ ഉയരത്തിലാണ് ഇതുള്ളത്, സമുദ്രനിരപ്പിൽ നിന്നും. മഴക്കാലത്ത് ഇവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം വഴുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അത് ഏകദേശം ഒരു മാസത്തോളം ഈ ഒരു മല, ഈ ഒരു ഹിൽ സ്റ്റേഷൻ ക്ലോസ്ഡ് ആയിരുന്നു. കാരണം ഒരു പുള്ളിക്കാരൻ നോർത്ത് ഇന്ത്യക്കാരനാണ്, മുകളിൽ നിന്ന് വീണിട്ട് പെട്ടുപോയി. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു മാസത്തോളം ഈ ഒരു ഹിൽ സ്റ്റേഷൻ ക്ലോസ്ഡ് ആയിരുന്നു. 1200 കാലഘട്ടത്തിൽ പണിതിട്ടേക്കണ കുളമാണെന്ന് തോന്നും. അതായത് ഹൊയ്സളുടെ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്തിലാണ് ഇവിടുത്തെ ഉള്ള സംഭവങ്ങളൊക്കെ പണിതിട്ടുള്ളത്. ഒരു പഴയ ഒരു കിണർ കണ്ടില്ലേ. ഇതിൻ്റെ മെയിൻ ട്രക്ക് പോയിന്റ് അല്ലാണ്ട് നമുക്ക് വേറെ വഴിക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ മൊത്തം ഫെൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു കിണറുണ്ട്, ഒരു പഴയൊരു അമ്പലം. ആ ഒരു അമ്പലം കണ്ടില്ലേ, പാറക്കെട്ടോട് ചേർന്നിട്ടാണ് ആ അമ്പലം പണിതേക്കണത്. ഈ പാറകളുടെ നടുക്കിറക്കി നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു പാർക്ക് പോലെ എന്തൊരു സംഭവം ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി കയറി നോക്കാം. അപ്പോൾ ഈ പാർക്കിൻ്റെ ഇവിടെയായിട്ട് ഇവിടെ ഒരു മാഗടി കെമ്പേഗൗഡ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കെമ്പേഗൗഡൻ്റെ ഒരു ആരാധ്യ ദൈവത്തിൻ്റെ ഒരു അമ്പലമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ മെഡിസിൻസാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരിലുള്ള ഒരു പാർക്കാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ഹിൽ സ്റ്റേഷൻ്റെ താഴെയായിട്ട് ബേസിലായിട്ട്. അപ്പോൾ ഇവിടെ ഒരു കയറയും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മുകളിലോട്ട് കയറി പോകാൻ പറ്റില്ല, കയറിപ്പോയി ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ട്രക്ക് ചെയ്യാനുള്ള സ്പേസ് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന അവരുടെ അടുത്ത് ആരുടെത്തെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പാർക്കിൻ്റെ ഉള്ളിൽ മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി, വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഓരോരോ ഷെൽട്ടറുകൾ നമുക്ക് പണിതിട്ടുണ്ട്. പക്ഷേ കപ്പിൾസ് ഒരുപാട് പേര് അവിടെ ഇരിപ്പുണ്ട്. അവിടെ പോയി വെറുതെ ഡിസ്റ്റർബ് ചെയ്യാനില്ലാന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരുപാട് വഴികൾ കാണാം. വീക്കെൻഡ് സമയത്തൊക്കെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. മാത്രമല്ല ബാംഗ്ലൂരിൽ നിന്ന് വലിയ ദൂരമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു പാർക്ക് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണുള്ളത്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു മുകളിലോട്ട് പോകാനുള്ള റോഡ്. പക്ഷേ ഇവിടെ ലോക്ക് ഇട്ട് വെച്ചേക്കട്ടോ, ഗേറ്റ് ക്ലോസ്ഡ് ആണ്. സംഭവങ്ങളൊക്കെ നിന്ന് നമുക്ക് കാണാം അങ്ങ് മുകളിലുള്ള ആ ഒരു പീക്കിലുള്ള ഒരു ടാങ്ക് പോലെ ഒരു സംഭവമാണ്. ടാങ്കല്ല, ഒരു ഗോപുരമാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. ആയിട്ടൊരു കിഡ്സ് പ്ലേ സ്റ്റേഷനുണ്ട്.
ഇവിടെ ഒരുപാട് കിഡ്സ് പ്ലേ സ്റ്റേഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഇതേ കൂട്ടുള്ള ഈ കാടിന് നടക്കാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പം 10 രൂപ എൻട്രി ഫീസേ ഉള്ളൂ ഒരാൾക്ക്, ഒരു അഡൾട്ടിന്. ചിൽഡ്രൻസിന് ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം. അപ്പോൾ ബെസ്റ്റ് പ്ലേസാണ്. ഒരു വീക്കെൻഡ് സമയത്തൊക്കെ ഇവിടെ വന്ന് നമുക്ക് വൈബ് ചെയ്തിരിക്കാനുള്ള നല്ലൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങ് മുകളിൽ നമുക്ക് മലനിരകൾ കണ്ടുകൊണ്ട് ഇവിടെ വൈബ് ചെയ്തിരിക്കാം. കണ്ടില്ലേ, ആ ഒരു പീക്കാണ് കാണാൻ പോകുന്നത്. പഴയ പഴയ കെട്ടിടങ്ങൾ അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഏകദേശം 15 രൂപയായിരുന്നു അവിടുത്തെ ടിക്കറ്റ് റേറ്റ്. പക്ഷേ ഞാൻ 20 രൂപ എടുത്തപ്പോൾ 10 രൂപ തിരിച്ചു വന്നു. അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങളുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഇവിടെ കാര്യമായിട്ട് ആൾക്കാർ ഇവിടെ ചെന്നെത്തുന്നില്ല. സംഭവം അത്രയ്ക്കും ഉണ്ട് കാണാൻ വേണ്ടി, പക്ഷേ ആൾക്കാർ ഇവിടെ കാര്യമായിട്ട് എത്തുന്നില്ല. കാരണം ബെറ്ററാണ്. ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും ഇവിടെ വിസിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ പീസ്ഫുള്ളാണ്. കാരണം വീക്കെൻഡിൽ എമ്മാതിരി തിരക്കുണ്ടാവണ്ട, പക്ഷെ ഇവിടെ ആൾക്കാർ കാണാനേ ഇല്ല. വളരെ കുറച്ച് ആൾക്കാരെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ബെസ്റ്റ് പ്ലേസാണ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി. കണ്ടില്ലേ, ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പുഴയോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ആ മലനിരകൾ അല്ല, ആ ഒരു മല നമുക്ക് കാണാം. അങ്ങ് കോടയൊക്കെ കയറി മഴ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. നല്ല സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് ഈ ലേക്കിൻ്റെ സംഭവങ്ങളും മുകളിൽ ആ ഒരു മല സംഭവങ്ങളൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഇരിക്കാം, വൈബ് ചെയ്ത്. പൊളി സ്ഥലം. ഈ ഒരു ലേക്കിൽ മറ്റേ ഈ തുഴഞ്ഞു പോകുന്ന ബോട്ടില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങ് മൂലയിലൊക്കെ കാണാം നമുക്ക്. അവിടെയുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ ഇത് കാര്യമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആൾക്കാരുടെ എണ്ണം കുറവാണ് ഇവിടെ വരുന്നത്. കണ്ടില്ലേ, എന്നാ പ്ലേസാണ്. അങ്ങ് ദൂരെ മലയുടെ മുകളിലായിട്ട്, ആ പാറയുടെ മുകളിലായിട്ട് ഒരു ഗോപുരം കാണാം. കണ്ടില്ലേ, അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ താഴോട്ട് എന്നാ നല്ല മനോഹരമായ വ്യൂ ആയിരിക്കും. മാത്രമല്ല ഹൈറ്റോഫോബിയ ഉള്ളവർക്കൊക്കെ കുറച്ച് പ്രശ്നമായിരിക്കും. അവിടെ കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് വരണമെന്നുണ്ട്, നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് മുകളിലോട്ട് കയറാനുള്ള വഴി. അപ്പോൾ ഈ ഒരു ഹിൽ സ്റ്റേഷൻ കെംപെഗൗഡ, അതായത് ബാംഗ്ലൂർ നിർമ്മാണത്തിൽ പങ്കുള്ള മെയിനായിട്ടുള്ള പുള്ളിക്കാരനാണ് കെംപെഗൗഡ. അപ്പോൾ പുള്ളിക്കാരൻ്റെ, അതായത് 1700 ആ കാലഘട്ടത്തിൽ പുള്ളിക്കാരൻ ഈ സംഭവം, പുള്ളിക്കാരൻ ബാംഗ്ലൂരിൽ നിന്ന് മെയിനായിട്ടുള്ള ഒരു ഭരണം ഈ മാഗടി എന്നൊരു സ്ഥലത്തോട്ട് മാറ്റി. അപ്പോൾ ഈ ഒരു മാഗടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഹിൽ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ മാറ്റിയപ്പം ഇവിടെയായിരുന്നു അതിന് മെയിനായിട്ടുള്ള ബേസ് പുള്ളിക്കാരൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ടിപ്പുവിൻ്റെ ഭരണകാലത്തിൽ, ഹൈദരാലി ടിപ്പുവിൻ്റെ ഭരണകാലത്തിൽ ഈ ഒരു ഹിൽ സ്റ്റേഷൻ, അതായത് ഈ ഒരു സംഭവം അവരുടെ വശത്തിൽ, ആ സമയത്താണ് ഈ ടിപ്പു സുൽത്താൻ കുറ്റവാളികളെ ഇതിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഉന്തി താഴോട്ടിട്ട് കൊലപ്പെടുത്തും. അപ്പോൾ അങ്ങനെയായിരുന്നു അപ്പോഴത്തെ കാലത്തെ ശിക്ഷ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ മുകളിൽ ഞാൻ കയറുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ കർണാടക ടൂറിസം അവരുടെ വെബ്സൈറ്റിൽ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാൻ വേണ്ടി. മാത്രമല്ല ഒരു 5 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഏകദേശം ഒരു 6 മണിക്ക് ഇവിടെ എത്തുള്ളൂ, 6-6 ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ഏറ്റവും രാവിലെ ഇവിടെ വന്നിട്ട് കയറാൻ നോക്കുക. മല ഒരു 50-60 കിലോമീറ്റർ ദൂരെ നിന്നാലും ഇത് കാണാൻ പറ്റും. മലയുടെ ഈ ബേസ്മെൻറ്റ് ഏരിയ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മൊത്തം ഗ്രീനറി ആയിട്ട്, മൊത്തം പച്ചപ്പാണ് ഇവിടെ, മരങ്ങളും കാര്യങ്ങളായിട്ട്. അപ്പം അവിടെ ആ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് കയറാനുള്ളത്. എൻട്രി ചെയ്യുന്നുള്ളത് അങ്ങ് ലാസ്റ്റാണ്. അവിടെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ ചോദിച്ചാൽ പറയും. അപ്പോൾ അവിടെ നമുക്ക് എൻട്രി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഞാൻ കയറുന്ന സംഭവങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഡാമിലോട്ടൊന്ന് പോകാനുണ്ട്. ഇവിടെ ഒരു ഡാമുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഡാമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. കയറ്റി വിടുമോ എന്നറിയില്ല, അന്നേരം നമുക്ക് പോയി നോക്കാം. അങ്ങ് ദൂരെ നമുക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ബ്രിട്ടീഷ് പാലം കാണാം. പഴയൊരു പാലമാണ്, ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്ന ഒരു പാലമാണ് ഇത് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ആ തോട്ടിൽ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെള്ളം തോന്നുന്നു കണ്ടിട്ട്. മുകളിൽ കയറാവോ? അയ്യോ, ദൂരെ നമുക്ക് ആ ഒരു ഡാം കാണാം. ആ ഒരു ഡാമിൻ്റെ ഭാഗമാണ് അങ്ങ് ദൂരെ കാണുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഒക്കെ കാണാൻ പറ്റുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് അങ്ങ് പോയി നമുക്ക് നോക്കാം അപ്പുറം വല്ലതും വഴിയുണ്ടോയെന്ന്. അപ്പോൾ ചെറിയൊരു ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് ഒരു നല്ലൊരു എന്താ പറയുക കച്ചവട സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഈ ഫിഷ് ഫ്രൈ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക റിസർവെയറിൽ നിന്ന് പിടിക്കുന്ന മീനും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാർ പിടിച്ചിട്ട് ഇവിടെ ഫ്രൈ ചെയ്തും ഒരു സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ആയിട്ടും സെല് ചെയ്യും. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന റോഡെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ്. കണ്ടില്ലേ, മൊത്തം പച്ചപ്പായിട്ട് മലനിരകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ റിസർവെയറിൻ്റെ ബാക്കിലായിട്ട് കാണുന്നതാണ് ആ ഒരു സവനദുർഗ ഹില്ല് കാണുന്നത് നമുക്ക് അങ്ങ് ദൂരെ.
ഒരു മലയുടെ മുകളിൽ ആ ഒരു റിസർവയറിൻ്റെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് മുകളിലോട്ടൊന്ന് പോയി നോക്കാം. കുറച്ച് ഓഫ് റോഡാണ്, എന്നാലും കുഴപ്പമില്ല, നോക്കാം. അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ മല മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊളി വേറെ ലെവല്. പച്ചപ്പായിട്ട് വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊളിയാണ്, വേറെ ലെവലാക്കാം. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്, അങ്ങ് ദൂരെ മഴയും വന്നുകൊണ്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മഴ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മുകളിലോട്ട് കയറി ചെല്ലുവാണ്. അപ്പോൾ ഞാൻ കയറി വന്ന വഴി ഏതാണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഈ ഒരു മലയിലോട്ട് വരണമെങ്കിൽ കുറച്ച് ഓഫ് റോഡ് ചെയ്ത് മുകളിലോട്ട് കയറി വരണം. സ്കൂട്ടർ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. മഴ പെയ്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം എന്താ സംഭവം എന്ന്. എന്തായാലും പ്ലേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. അപ്പം നല്ല രീതിയിൽ മഴ വരുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും അങ്ങ് ദൂരെ കണ്ടില്ലേ മൊത്തം വെയിലാണ്. എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു സാമനദുർഗ എന്ന് പറഞ്ഞ ഹില്ലും അതിനോട് ചേർന്ന് കിടക്കുന്ന ആ ഡാമും അതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. മാത്രമല്ലാതെ നിങ്ങൾ ബാംഗ്ലൂർ നഗരത്തിലെ ഇലക്ട്രോണിക് സിറ്റി ആ സൈഡിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ നൈസ് റോഡ് പിടിക്കുക. നൈസ് റോഡ് പിടിച്ചിട്ട് മാഗടി റോഡില്ലേ അവിടെ എക്സിറ്റ് ചെയ്യുക. ഏതാണോ ഗൂഗിൾ മാപ്പ് ഏതാണോ നിങ്ങൾക്ക് അടുത്ത വഴി കാണിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ പോവുക. നിലമംഗല വഴിയും പോകാൻ പറ്റും. അവിടെ നല്ല അടിപൊളി സീനറീസാണ്. ഇപ്പോൾ ഈ ഇതിലൂടെ പോകുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡാം അവിടെ വിസിറ്റ് അവർ അലോ ചെയ്യുന്നില്ല ഉള്ളിലോട്ട്. അപ്പോൾ നമുക്ക് ആ മലനിരകളുടെ മുകളിലൊക്കെ നിന്ന് കാണാനുള്ള ഒരു അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്രമല്ലാതെ ആ ഡാമിൽ പല പ്രശ്നങ്ങൾ എന്തോ ഗവൺമെൻറ്റിൻ്റെ പല പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ട്, അതായത് ഡാം മൊത്തത്തിൽ പൊളിച്ച് മാറ്റിയിട്ട് എന്തോ പുതിയ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കാനുള്ള പ്ലാനിലുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ആ പ്രൊജക്റ്റ് ഓൺ ആയിട്ടില്ല എന്നാണ് അവിടുത്തെ ഒരു നാട്ടുകാരനോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ മനോഹരമായ പ്ലേസിൽ നിന്നും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.